ഒക്ടോബർ മുതൽ ഇന്ത്യയിലെ ഔദ്യോഗിക ക്രാഷ് ടെസ്റ്റിംഗ് ഏജൻസിയായ ഭാരതി NCAP നൽകുന്ന സ്റ്റാർ റേറ്റിംഗ് നോക്കി കാറുകൾ വാങ്ങാമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ താരതമ്യേന റോഡപകടങ്ങൾ കൂടിയ രാജ്യമാണ്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ളൊരു രാജ്യത്ത് ഗുണനിലവാരമില്ലാത്ത വാഹനങ്ങൾ അപകടത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് ഈ പുതിയ റേറ്റിംഗ് സംവിധാനം കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. പരിശോധിക്കാം നമുക്ക് വിശദമായി. എന്താണ് ഭാരതി NCAP, എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ? എല്ലാവർക്കും ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം. ആദ്യമായി എന്താണ് ഭാരതി NCAP എന്ന് പരിശോധിക്കാം. ഇന്ത്യൻ റോഡുകളിൽ സുരക്ഷിതമായ വാഹനങ്ങൾ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഭാരതി NCAP ക്രാഷ് ടെസ്റ്റ് അഥവാ ഭാരത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം എന്നറിയപ്പെടുന്നത്. കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയം 2023 ജൂൺ 28 ഭാരത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് 1989 റൂൾ 126 ഈ പ്രകാരം ഒരു GSR കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഒക്ടോബർ 1 മുതൽ ഭാരതി NCAP രാജ്യത്ത് പ്രാബല്യത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. വിദേശ രാജ്യങ്ങളിലെ പോലെ വാഹനങ്ങളുടെ ഈടും കരുത്തും ഉറപ്പാക്കുന്നതിനുള്ള ക്രാഷ് ടെസ്റ്റ് ഇന്ത്യയിലും നടത്തുമെന്ന് 2016 കേന്ദ്ര സർക്കാർ വാഹന നിർമ്മാതാക്കളെ അറിയിച്ചിരുന്നു. അതിൻ്റെ തുടർ നടപടിയായാണ് പുതിയ കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. ജനങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിൽ അവരുടെ അഭിപ്രായം പറയാനുള്ള സമയവും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാകും അന്തിമ നിയമത്തിന് രൂപം നൽകുക. US, യൂറോപ്പ്, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ തന്നെ സ്വന്തമായി NCAP സുരക്ഷാ പരിശോധനകളൊക്കെ ഉണ്ട്. ഭാരതി NCAP യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പട്ടികയിൽ ഇന്ത്യയും ഇടപിടിക്കുമെന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഏതൊക്കെ വാഹനങ്ങൾക്കാണ് ഭാരതി NCAP ബാധകമാവുക എന്ന് പരിശോധിക്കാം. M1 കാറ്റഗറിയിൽപ്പെടുന്ന 3.5 ടണ്ണിൽ കുറവുള്ള, അതായത് 3500 കിലോഗ്രാം കുറവ് ഭാരമുള്ള, ഇന്ത്യയിൽ നിർമ്മിക്കുന്നതോ ഇറക്കുമതി ചെയ്യുന്നതോ ആയ വാഹനങ്ങൾക്കാണ് ഭാരതി NCAP ബാധകമാവുക. 8 സീറ്റ് വരെയുള്ള യാത്രാവാഹനങ്ങളാണ് M1 കാറ്റഗറിയിൽ വരുന്നത്. ഓട്ടോമാറ്റീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് 197 പ്രകാരമായിരിക്കും റേറ്റിംഗ് നടത്തുക. ഇനി CNG ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഭാരതി NCAP ക്രാഷ് ടെസ്റ്റ് നടത്താവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ റേറ്റിംഗ് നടത്തുന്നത് എന്ന് പരിശോധിക്കാം. 1 മുതൽ 5 വരെയുള്ള കണക്കിലായിരിക്കും കാറുകളുടെ റേറ്റിംഗ് നടക്കുക. ഒക്ടോബർ 1 മുതൽ നിർമ്മാതാക്കൾക്കും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും അവരുടെ മോഡലുകൾക്ക് ഭാരതി NCAP റേറ്റിംഗ് നടത്താം. സ്വകാര്യ ഏജൻസികളുടെ റേറ്റിംഗ് നേരത്തെയുണ്ടെങ്കിലും സർക്കാർ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോടെയുള്ള റേറ്റിംഗ് എന്നത് ഭാരതി NCAPൻ്റെ പ്രത്യേകതയാണ്. ഗ്ലോബൽ, യൂറോ, ആസിയാൻ തുടങ്ങിയ ക്രാഷ് ടെസ്റ്റുകൾക്ക് സമാനമായി ഇടിപരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകി രാജ്യത്ത് വിൽക്കുന്ന വാഹനങ്ങളുടെ സുരക്ഷ ഭാരതി NCAPിലൂടെ വിലയിരുത്തും. ഗ്ലോബൽ NCAP പ്രോട്ടോക്കോളുകൾക്ക് സമാനമായിരിക്കും ഭാരതി NCAPിൻ്റെയും പ്രോട്ടോക്കോളുകൾ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കുട്ടികളുടെ സുരക്ഷ, മുതിർന്നവരുടെ സുരക്ഷ, സുരക്ഷാ സാങ്കേതിക വിദ്യകൾ എന്നിങ്ങനെ 3 തരം പരിശോധനകൾക്കനുസരിച്ചാണ് റേറ്റിംഗ് നൽകുക. പ്രത്യേകമായി സജ്ജീകരിച്ച ലാബിലായിരിക്കും ഈ പരിശോധനകൾ നടക്കുന്നതും. കുട്ടികളുടെയും മുതിർന്നവരുടെയും ഡമ്മികൾ സീറ്റുകളിൽ വെച്ച ശേഷം വാഹനം പല വിധത്തിലുള്ള കൂട്ടിയിടികൾക്ക് വിധേയമാക്കി പരിശോധനകൾ നടത്തുന്നതാണ് ഭാരതി NCAP സംവിധാനം. ഇടിയിൽ ശരീരഭാഗങ്ങൾക്കുണ്ടാകുന്ന പരിക്ക്, ആഘാതം, എയർ ബാഗിൻ്റെ പ്രവർത്തനം എന്നിവയെല്ലാം വിലയിരുത്തപ്പെടുകയും ചെയ്യും. പരിശോധന ചെലവ് വാഹന നിർമ്മാതാക്കളാണ് വഹിക്കേണ്ടത്. കാറിൻ്റെ ബേസ് മോഡലാണ് പരിശോധനയ്ക്കായിട്ട് പരിഗണിക്കുക. പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. റിപ്പോർട്ടിൽ അതൃപ്തിയുണ്ടെങ്കിൽ നിർമ്മാതാക്കൾക്ക് വീണ്ടും അപേക്ഷ നൽകി പരിശോധന നടത്താനും അവസരമുണ്ട്. നാം ഇവിടെ ഭാരതി NCAPനെ കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും അത് എങ്ങനെയാണ് റേറ്റിംഗ് നടത്തുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു. ഇനി ഇതിനോടുള്ള വാഹന നിർമ്മാതാക്കളുടെ പ്രതികരണം എന്താണെന്ന് പരിശോധിക്കാം. സുരക്ഷിത വാഹനങ്ങളുടെ നിർമ്മാണം ഉറപ്പാക്കാനായി പ്രഖ്യാപിച്ച ഈ പദ്ധതിയെ രാജ്യത്തെ മുൻനിര വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടൊയോട്ട, സ്കോഡ തുടങ്ങിയ കമ്പനികളൊക്കെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം
രാജ്യത്ത് നിർമ്മിക്കുന്ന വാഹനങ്ങൾ റേറ്റിംഗ് നേടാനായി നിലവിൽ വിദേശത്തേക്ക് ഗ്ലോബൽ NCAP ടെസ്റ്റുകൾക്ക് അയക്കാറാണ് പതിവ്. ഇത് വളരെ ചെലവേറിയ പ്രക്രിയയുമാണ്. എന്നാൽ ഭാരത് NCAP വരുന്നതോടെ രാജ്യത്തു തന്നെ കുറഞ്ഞ ചെലവിൽ ക്രാഷ് ടെസ്റ്റ് നടത്താനും റേറ്റിംഗ് നേടാനും നിർമ്മാതാക്കൾക്ക് സാധിക്കും. രാജ്യത്തെ ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സുരക്ഷിതമായ വാഹനങ്ങൾ വിപണിയിലെത്തിക്കുന്നതിനും ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കൾക്കിടയിൽ ആരോഗ്യകരമായ മത്സരത്തിന് ഭാരത് NCAP വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. സുരക്ഷയുടെ ആവശ്യകതയെക്കുറിച്ചും സുരക്ഷാ ഫീച്ചറുകളെക്കുറിച്ചും ഉപയോക്താക്കൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനും ഇത്തരം നടപടികൾ വളരെയേറെ ഗുണം ചെയ്യും. കൂടാതെ ക്രാഷ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാർ റേറ്റിംഗ് നൽകുന്നത് വാഹനങ്ങളുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങളുടെ കയറ്റുമതി യോഗ്യത വർദ്ധിപ്പിക്കാനും സഹായകരമാകും. ഇതൊക്കെയാണ് ഭാരത് NCAPനെ കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഇനി ഇതിലേക്ക് കൂടുതൽ അഡീഷണൽ ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.